ഹായ് ഫ്രണ്ട്സ്, ആരാമം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെലനോപ്സിസ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ്, സെയിൽ വീഡിയോ ആണ്. നമ്മുടെ ഫെലനോപ്സിസ് പ്ലാന്റ് വിത്ത് ബഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ്, ഇതിന് എത്ര രൂപയാണ്, കോംബോ ഓഫർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഓർക്കിഡുകളിൽ ഏറ്റവും സുന്ദരിയാണ് ഈ ഫെലനോപ്സിസ്. കാരണം അതിൻ്റെ ഫ്ലവറിൻ്റെ ലൈഫും എല്ലാം കാരണം ഭംഗിയും, അതിൻ്റെ ഒരു ഫ്ലവർ തന്നെ വിരിഞ്ഞാൽ 3 തൊട്ട് 6 മാസം വരെയായിരിക്കും ചില വെറൈറ്റികൾ നമുക്ക് ബഡ് വിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ കാരണം വലിയൊരു സ്പൈക്ക് ആകുമ്പോൾ ആദ്യത്തെ ബഡ് വിരിഞ്ഞ് ലാസ്റ്റ് ബഡ് ആയി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 2 മാസം പിടിക്കും. പിന്നെ അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് എന്താ പറയുക, വെള്ളമൊന്നും വീഴാണ്ട് ഫെർട്ടിലൈസർ ഒന്നും വീഴാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ലൈഫാണ്. നല്ല ഭംഗിയായിട്ട്, നല്ല എന്താ പറയുക, ആരും കൊതിച്ചു പോകുന്ന ഒരു ഭംഗിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഫെലനോപ്സിസ് ഓർക്കിഡുകൾക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വില എന്നൊക്കെ പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് വളർത്താനും പേടിയാണ്, ഭയങ്കര ശ്രദ്ധിക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറയാം. പക്ഷെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡും കൂടെയാണ്. നമ്മൾ ചെറിയൊരു കെയറിങ് മാത്രം മതി ഇവർ നല്ല പോലെ വളരാനായിട്ട്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതും കാര്യങ്ങളും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവർ കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ പറ്റുന്ന ഓർക്കണം. അതിൻ്റെ ഓരോ വെറൈറ്റികൾ ഇതാ കണ്ടോ, ഇതിനകത്ത് തന്നെ നോക്കിയാൽ വെള്ളയിൽ ആ ഡോട്ടായിട്ടൊക്കെ വന്നിട്ട് എന്താ ഭംഗി എന്ന് പറയും. ഇതൊരു ഈ ഫ്ലവർ സ്പൈക്ക് ഫുള്ള് വിരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് രസമായിരിക്കും എന്നുള്ളത്. വൈറ്റിൽ ലിപ്പ്, ഈ ഫ്ലവറിൻ്റെയൊക്കെ സൈസ് കണ്ടോ, നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ. ഒരു പിങ്ക് കളറ്, അതിൻ്റെ സ്പൈക്ക് കണ്ടോ, ഈ ഒരു സ്പൈക്കിന് വന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് 2 സ്പൈക്കായിട്ട് വന്നേക്കും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വീണ്ടും സ്പൈക്ക് വരും. അപ്പം അങ്ങനെ ഒരു സ്പൈക്കിൽ നിന്ന് തന്നെ ആയിരിക്കും വീണ്ടും വരുന്നത്. അതായത് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിനകത്തുനിന്ന് ബേബി പ്ലാന്റ് വരികയും ചെയ്തു, അതിൽ കൂടെ തന്നെ ബഡും വന്നേക്കുവാണ്. അത് ഫുൾ വിരിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ഇതിൻ്റെ ഭംഗിയൊന്നും അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ്. കണ്ടോ, ഇത് കണ്ടോ, ഇത് എന്താ രസം കണ്ടോ, എന്ത് രസമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 2 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഇപ്പം ഫ്ലവറിങ് പ്ലാന്റ്സ് ഫെലനോപ്സിസ് ഉള്ളത് കേട്ടോ. അപ്പം രണ്ടും 2 സൈസാണ്. ഇപ്പം ഈ കാണിക്കുന്ന പ്ലാന്റ്സ് കുറച്ച് വലിയ സൈസാണ്. കണ്ടോ, ഇതിങ്ങനെ മറിഞ്ഞ് കിടക്കുവാണ്. ലീഫ് ഒരു 4 ലീഫിൽ കൂടുതലുള്ള പ്ലാന്റ്സാണ് ഇതൊക്കെ കേട്ടോ. ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഉഷാറ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലാന്റ്സാണ്. എന്താ സൈസ് എന്നറിയോ, ഇതിനകത്തൊക്കെ ഡബിൾ സ്പൈക്കാണ് കണ്ടോ. ഈ ഫ്ലവറിൻ്റെ ഇത് ഡബിൾ സ്പൈക്ക് പ്ലാന്റ് ആണ് കണ്ടോ, ഡബിൾ സ്പൈക്ക്. സത്യം പറഞ്ഞാൽ ഫെലനോപ്സുകളെ കുറിച്ച് വർണ്ണിച്ചിട്ട് മതിയാവുന്നില്ല. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഓർക്കിഡാണ് ഈ ഫെലനോപ്സ് എന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പം എന്താ പറയുക, ഫെലനോപ്സുകൾ പൂക്കുന്ന സമയമാണല്ലോ, എല്ലാ വർഷവും ഞാൻ കാത്തിരിക്കുന്ന സമയമാണിത്. അത് നമുക്ക് വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. ഇതൊക്കെ 3 സ്പൈക്ക് വരുന്ന 3 സ്പൈക്കാണ് വരുന്നത് കണ്ടോ. ഇതിൽ നിന്ന് 3 സ്പൈക്കായിട്ടാണ് പ്ലാന്റ് സൈസ് കണ്ടോ, നല്ല സൈസാണ്, നല്ല ലീഫൊക്കെ നല്ല വെയിറ്റാണ്. ഇതാണ് ഒരു പ്ലാന്റ് സൈസ് കേട്ടോ വരുന്നത്. വലിയ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതാണ്. ഒരു ആവറേജ് സൈസ് വരുന്നത് ഇതാണ്ടോ. ഇതൊക്കെ എനിക്ക് ഓരോന്നും പ്ലാന്റ് കയ്യിലെടുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഇതാണ് നമുക്കൊരു ആവറേജ് പ്ലാന്റ് സൈസ് ബിഗ് സൈസ് പ്ലാന്റ്സിൽ വരുന്നത്. ഇത് നമ്മുടെ റേറ്റ് വരുന്നത് ഒരു സ്പൈക്കായിട്ടുള്ള പ്ലാന്റ്സ്, ഇത്രയും വലിയ പ്ലാന്റ്സിൽ ഒരു സ്പൈക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് 500 ആണ് കേട്ടോ. ഇതുണ്ടോ പ്ലാന്റ് സൈസ് ഉണ്ടോ, സ്പൈക്ക്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് സിംഗിൾ സ്പൈക്ക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് 500 റുപ്പീസാണ്. ഇതിൻ്റെ 500 + CC കേട്ടോ. 500 + CC ആണ് ഇതിൻ്റെ കൊറിയർ ചാർജ്. കാരണം കൊറിയർ ചാർജ് ഓരോന്നിലും വ്യത്യാസം വരും. കാരണം സ്പൈക്ക് ഭയങ്കര നീളമുള്ള സ്പൈക്കുകളാണ്, പ്ലാന്റ് വലുതാണ്. അപ്പോൾ കൊറിയർ ചാർജ് അതിനനുസരിച്ച് വരും. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, പ്ലാന്റ് സൈസ് കണ്ടോ, എന്താ രസമെന്നുണ്ടോ, സ്പൈക്കിന് നീളമുണ്ടോ, നല്ല വലിയ സ്പൈക്കാണ്. ഇതാണ് നമ്മുടെ 500 റുപ്പീസിൻ്റെ പ്ലാന്റ് സൈസ് കേട്ടോ.
ഇതൊക്കെ 500ന്റെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 500 ഒരു സ്പൈക്ക് പ്ലാന്റ്, സിംഗിൾ സ്പൈക്ക് പ്ലാന്റ്സ് ആണെങ്കിൽ 500, ഡബിൾ സ്പൈക്ക് ആണെങ്കിൽ 550, 3 സ്പൈക്കുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ 600 റേഞ്ചാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഈ ഫെലനോപ്സിസ് പ്ലാന്റ്സിന്റെ ഈ സൈസ് നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിട്ടുള്ള ഒന്നാണ് ഈ പ്ലാന്റ്സ്. കാരണം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് 500 റുപ്പീസിന് സിംഗിൾ സ്പൈക്ക്, അത് ഫ്ലവർ വന്ന പ്ലാന്റ്സ്, നല്ല ഉഷാർ പ്ലാന്റ്സ് ആണ്, ധൈര്യമായിട്ട് മേടിക്കാം. നമ്മുടെ പ്ലാന്റ് സൈസ് ചെറുതായിട്ടുള്ള പ്ലാന്റ്സ്, ഇപ്പം 500 റുപ്പീസ് നിങ്ങൾക്ക് കൊടുക്കാനില്ല, പക്ഷേ എനിക്ക് ഫെലനോപ്സിസ് പ്ലാന്റ് ഫ്ലവർ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓഫർ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ്. വിത്ത് സ്പൈക്ക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്, കണ്ടോ. അതിൻ്റെ നമുക്ക് ഒരു ഏതാണ്ട് 8-10 കളർ അടുപ്പിച്ച് ഇപ്പം സ്പൈക്ക് വന്ന പ്ലാന്റ്സ് ഇപ്പം അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റിന്റെ സൈസ് റേറ്റ് വന്നിട്ട് 400 റുപ്പീസാണ് ഇതിന്റെ റേറ്റ് കേട്ടോ. 400 റുപ്പീസാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്, വിത്ത് സ്പൈക്ക് ആയിട്ടുള്ളത് ഈ പ്ലാന്റ് സൈസ്. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അൺടോൾഡ് സ്റ്റോറീസ്, പോൾക്ക ഡോട്ട്സ്, അതിൻ്റെയൊക്കെ ഫ്ലവർ ആണ് കേട്ടോ. അതിന് ഇതാ കണ്ടോ, ഇങ്ങനെ ബഡിൽ ഒരു ബ്ലാക്ക് കളർ പോലെ വരുന്നുണ്ട്. അത് എന്താ പറയുക, ഫ്ലവറിലും ആ ഒരു ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് അതിൻ്റെ ബഡിലും ആ ഒരു അതിൻ്റെ എല്ലാ വെറൈറ്റിയിലും ആ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 400 റുപ്പീസിൻ്റെ പ്ലാന്റ് സൈസ്. ഇതിൻ്റെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ, ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 പ്ലസ് CC ആയിരിക്കും. 5 പ്ലാന്റ് ഒന്നിച്ചെടുക്കുവാണെങ്കിൽ ഈ സ്പൈക്ക് വന്ന ഈ മെച്ചൂർ പ്ലാന്റ്സ്, ഈ സൈസിലുള്ള മെച്ചൂർ പ്ലാന്റ്സ് നിങ്ങൾക്ക് 380 പ്ലസ് 380 വെച്ച് 5 പ്ലാന്റ്സ് കിട്ടുന്നതാണ്. പ്ലസ് കൊറിയർ ചാർജ് അതനുസരിച്ച് വരും. സ്പൈക്ക് വലുതായതുകൊണ്ടും ഇതൊക്കെ വലിയ സ്പൈക്കാണ്. അപ്പോൾ ഇത് 5 പ്ലാന്റ് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കൊറിയർ ചാർജ് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ഇന്നത്തെ ഓഫർ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ഓഫർ ഇതാണ്. 2 സൈസ് പ്ലാന്റ്സിൻ്റെ ഓഫർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടിപൊളി പ്ലാന്റ്സ് ഈ റേറ്റിൽ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. അപ്പോൾ നമുക്ക് മെസ്സേജ് ഇടുമ്പോഴത്തേക്കും ഏത് കൊറിയർ സർവീസ് ആണെന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ച് നാളുകൊണ്ട് സ്പീഡ് പോസ്റ്റ് അയക്കുന്നത് നിർത്തി വെച്ചേക്കാണ്. കാരണം സ്പീഡ് പോസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളായിട്ട് ഭയങ്കര ഡിലേ ആണ് പ്ലാൻസ് വരുന്നത്. അപ്പോൾ അത് റിസ്ക് ആണ്. അതിപ്പം നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ റിസ്കിൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ DTDC കൊറിയറാണ് അയക്കുന്നത്. ഔട്ട് ഓഫ് കേരളയും എല്ലാം ഇപ്പോൾ തൽക്കാലം കുറച്ച് നാളുകൊണ്ട് DTDC വഴിയാണ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ ചാർജിൽ വ്യത്യാസവും വന്നിട്ടുണ്ട്. സ്പീഡ് പോസ്റ്റിലും ചാർജ് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൊറിയർ ചാർജിൽ വ്യത്യാസം വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ ഫ്ലവേഴ്സ് എല്ലാം തന്നെ നമ്മുടെ നോർമൽ കണ്ടീഷനിൽ, ഇപ്പോഴത്തെ നമ്മുടെ ഈ ചൂട് അറ്റ്മോസ്ഫിയർ, മഴ, ചൂട് എല്ലാം ഈ കണ്ടീഷനിൽ വിരിഞ്ഞ ഫ്ലവേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡാർക്ക് കളറ് കുറച്ച് കുറവ്. എന്നാലും നോക്കുക, അതിൻ്റെ ഷെയ്ഡ്സ് കണ്ടോ നന്നായിട്ട് കയറി വന്നിട്ടുള്ളത്. ഇത് AC-ലൊക്കെ നിങ്ങൾ ഇൻഡോർ ആയിട്ടാണ് പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഫ്ലവേഴ്സ് വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല കളർ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കാരണം നമ്മൾ AC കണ്ടീഷനിൽ വിരിയുന്ന ഫ്ലവേഴ്സിൽ കുറച്ചുകൂടെ ഇപ്പം ഈ പോൾക്ക ഡോട്ട്സിൽ തന്നെ ഈ ഡോട്ട്സ് നമ്മുടെ ഒറിജിനൽ ഫ്ലവർ കാണുമ്പോൾ നമ്മുടെ കാറ്റലോഗിലുള്ള കളേഴ്സ് കുറച്ചുകൂടെയൊക്കെ ഡോട്ട്സ് കൂടുതലാണ്. പക്ഷേ നമ്മുടെ നോർമൽ കണ്ടീഷനിൽ വിരിഞ്ഞത് കൊണ്ടാണ് ഇത്. പക്ഷേ ഇനി അടുത്ത നമ്മുടെ തണുപ്പ് സമയം വരുമ്പോഴത്തേക്കും, ഇപ്പം ഡിസംബറിലൊക്കെ വിരിയുന്ന ഫ്ലവറിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ, കുറച്ചുകൂടെ റെഡ് കയറി വരും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് ഈ അൺടോൾഡ് സ്റ്റോറീസിലെ ഈ ഫ്ലവർ. ഇത് നോർമൽ കണ്ടീഷനിൽ വിരിഞ്ഞിട്ട് പോലും നമുക്ക് ഇത്രയും കളർ കിട്ടി എന്നുള്ളതാണ്. അതേസമയം അപ്പം കുറച്ചുകൂടെ AC-ലൊക്കെ ഇരുന്നാണ് വിരിയുന്നതെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. എന്നാലും നമ്മുടെ കാറ്റലോഗിലുള്ള ഫ്ലവറിൻ്റെ ഏതാണ്ട് നല്ലൊരു ഷെയ്ഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ നമ്മുടെ ഈ അടിപൊളി ഫെലനോപ്സിസ് പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് എന്താ പറയുക, ഒരു 10-15 കളറിൽ കൂടുതലാണ് നമുക്ക് വിത്ത് ബഡ് ആയിട്ടുള്ള 400ൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു 12 കളറും, വലിയ പ്ലാന്റ്സ് ഒരു 12 കളറും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ചെയ്തോളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൂക്കളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ഷെഡിൻ്റെയൊക്കെ പണി ഏതാണ്ട് കഴിഞ്ഞ് വരുവാണ് കേട്ടോ. പുതിയ സ്റ്റോക്കൊക്കെ എടുക്കാൻ സമയമായിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് മുന്നേയൊക്കെ ഒരു ഇനോഗ്രേഷൻ വയ്ക്കണമെന്നാണ് വിചാരിക്കുന്നത്. ദൈവം സഹായിച്ച് നടക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ദയവായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം ഒത്തിരി പേർക്ക് പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടാറുണ്ടോ, ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്ന് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഓഫർ വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇട്ട ഓഫറൊന്നും കുറേ പേര് അറിഞ്ഞില്ല. എല്ലാവരും ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇട്ടത്. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരാത്തത്. അപ്പോൾ ദയവായിട്ട് നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഈ ഓഫർ വീഡിയോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് മറക്കരുതേ. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.